രാജാധിരാജൻ ഇമ്മാനുവേൽ നമ്മോടു കൂടെ സ്തുതിക്കു യോഗ്യൻ ജീവനാഥൻ യേശു മേലായ നാമം രക്ഷകനേശു രാജാധിരാജൻ ഇമ്മാനുവേൽ നമ്മോടു കൂടെ സ്തുതിക്കു യോഗ്യൻ ജീവനാഥൻ ഇമ്മാനുവേൽ നമ്മോടു കൂടെ സ്തുതിക്കു യോഗ്യൻ ജീവനാഥൻ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി 16:10-11 വാക്യങ്ങളാണ്. ശ്രദ്ധിച്ചോട്ടെ. യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും. നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും. യഹോവ നിന്റെ സങ്കടം കേൾക്കൊണ്ട് അവന് ഇശ്മയേൽ എന്ന് പേര് വിളിക്കണം. ആമേൻ. മരിക്കാൻ പോയ, ജീവിതം മുഴുവൻ തകർന്നു എന്ന് പറഞ്ഞ ഒരു സഹോദരിയോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ്, മരണത്തെക്കുറിച്ചല്ല നീ ഇപ്പോൾ ചിന്തിക്കേണ്ടത്, നീ വർദ്ധനവിനെ കുറിച്ച് ചിന്തിക്കുക. ആമേൻ. മരണത്തെക്കുറിച്ചല്ല നീ ഇപ്പോൾ ചിന്തിക്കേണ്ടത്, നിന്റെ തലമുറയുടെ പേരിനെ കുറിച്ച് ചിന്തിക്കുക. ആമേൻ. ആ വ്യക്തിയുടെ മനസ്സിനെ തിരിക്കുന്നത് കണ്ടോ ദൈവത്തിൻ്റെ ദൂതൻ? എപ്പോഴും നമ്മളുടെ അസ്വസ്ഥപ്പെടുത്തുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ തിരിക്കും. ആമേൻ. ആ പ്രശ്നങ്ങൾ അവിടെ തന്നെ ഉണ്ടാകാം. സാറ അവിടെ തന്നെയുണ്ട്, സാറയുടെ കുത്തുവാക്കുകളും ഒക്കെയുണ്ട്, അബ്രഹാം ഉണ്ട്, ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ദൈവം ആ പ്രശ്നങ്ങളിൽ കിടന്ന് കറങ്ങുന്ന ഹാഗാറിന്റെ മനസ്സിനെ തിരിക്കുകയാണ്. ആമേൻ. പത്രോസ് കടലിൽ നടക്കുമ്പോൾ, കടൽ എവിടെയുണ്ട്, കാറ്റവിടെയുണ്ട്. പക്ഷെ കർത്താവ് കടലിലേക്കും കാറ്റിലേക്കും നോക്കാനല്ല പറയുന്നത്, എൻ്റെ കരുത്തിലേക്ക് നോക്കാനാണ് പറയുന്നത്. ആമേൻ. ആമേൻ. നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ചില പ്രശ്നങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങളെ ശക്തീകരിക്കുന്ന ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. മരിക്കാൻ പോയവളോട് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. ഞാൻ നിന്റെ സന്തതി ഏറ്റവും വർദ്ധിക്കും, അതെണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും. ആമേൻ. ഒരു തലമുറയെക്കുറിച്ച് ദൈവം പറയുന്നുണ്ടോ? ഇന്ന് നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ അതിൻ്റെ ആഴം മനസ്സിലാകും. അന്ന് ഒരു ദാസി പെൺകുട്ടിയിൽ നിന്ന് ജനിച്ച തലമുറ ഭൂമിയെ കീഴടക്കി കഴിഞ്ഞു. ഭൂമി മുഴുവൻ നിറഞ്ഞു. അതിന് കാരണം അവരുടെ സ്റ്റൈലോ ജീവിതശൈലിയോ ഒന്നുമല്ല, ഒരു ദൂത. നീ വർദ്ധിക്കും, ഏറ്റവും വർദ്ധിക്കും, എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമായിരിക്കും. ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വാക്ക് പറയാൻ, ഞാൻ നിന്റെ സങ്കടം കേൾക്കുകൊണ്ട് അവന് ഇശ്മയേൽ എന്ന് പേർ വിളിക്കണം. കേട്ടോ, നാളുകളുടെ പേരുകൾ പോലും കർത്താവ് പറയുന്നു. കണ്ടോ? അതെ, ഇന്ന് ദൈവം എന്നോട് പറയുന്നു, ചില
വലിയ ചിലത് ഓർക്കത്തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തെ ദൈവം തിരിക്കുകയാണ്. ആമേൻ. എന്ന് നിങ്ങളെ കുത്തിയവരെയും വേദനിപ്പിച്ചവരെയും ഇറക്കിവിട്ടവരെയും തള്ളിപ്പറഞ്ഞവരെയും പറഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തെ ഒരു മുറിവുകളുടെ സ്ഥലമാക്കി മാറ്റാതെ, പഴുപ്പ് ചാലുകൾ നിറയ്ക്കാതെ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവം ചെയ്യാൻ പോകുന്ന അളക്കാൻ കഴിയാത്ത, എണ്ണാൻ കഴിയാത്ത, പെരുപ്പം നിമിത്തം വർദ്ധിച്ചു വരുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ഓർത്ത് സന്തോഷിക്കുക. ആമേൻ. ചെറിയ ചില കാര്യങ്ങളൊക്കെ ഓർത്ത് സമയം കളയാതെ ദൈവം ചെയ്യാൻ പോകുന്ന വലിയ വാഗ്ദത്തങ്ങളെ ഓർത്ത് നമുക്ക് ജീവിക്കാം. നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ ഭയങ്കരമായി മുറപ്പെടുത്തിയ, തളർത്തിക്കളഞ്ഞ ചില വ്യക്തികളുടെ ഓർമ്മകളെ ദൈവം മാറ്റാൻ പറയുന്നു. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറ്റാൻ പറയുന്നു. അത് വേണ്ട. നിങ്ങളോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ മാത്രം ഓർക്കുക. മുറിച്ചവർ മുറിച്ചോട്ടെ, തകർത്തവർ തകർത്തോട്ടെ. അതിൻ്റെ വേദനയിൽ നീ തലകുനിച്ചും നിരാശപ്പെട്ടും അവരോട് പക തീർക്കാനൊന്നും നിന്റെ സമയം തരണ്ട. ലക്ഷ്യത്തിലേക്ക് ഓടിക്കോ. അത്ഭുതകരമായ ഒരു വലിയ വളർച്ചയും ഒരു വർധനവും എണ്ണിക്കൂടാൻ കഴിയാത്ത അനുഗ്രഹങ്ങളും ദൈവം നിനക്ക് തരാൻ പോവുകയാണ്. ഈ വചനത്തെ വിശ്വസിച്ച് പ്രാർത്ഥിക്കും. യേശുവേ, ഇന്ന് നീ ഞങ്ങൾക്ക് നൽകിയ നല്ല ബുദ്ധി ഉപദേശത്തിനായി നന്ദി പറയും. കർത്താവെ, ഞങ്ങൾ ഞങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കാതെ വണ്ണം കർത്താവെ ഞങ്ങൾ മുമ്പോട്ടേക്ക് ഓടുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെയും ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു പിതാവേ. കർത്താവെ, അവരുടെ ജീവിത സാഹചര്യങ്ങളെ നോക്കാതെ, കർത്താവുടെ ജീവിതങ്ങളിൽ കർത്താവെ കഴിഞ്ഞ നാളുകളിൽ വന്ന മുറിവുകളെ ഒന്നും നോക്കാതെ കർത്താവെ അതിൽ നിന്നൊരു സൗഖ്യം പ്രാപിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് ഓടുവാൻ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ പ്രാപിപ്പാൻ, ആ വർധനവിനെ പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവെ അങ്ങ് അവരെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ ഞങ്ങൾ കുടുംബമായി അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ, ചില മുറിവുകളുടെ അകത്ത് ഇന്നലകളിൽ പ്രിയപ്പെട്ട ചിലരിൽ നിന്നും ഒക്കെ വന്ന ചില മുറിവുകളുടെ അകത്ത് വേദനിച്ച് കിടക്കുന്ന, ചീറ്റ് ചെയ്യപ്പെട്ട ചില വ്യക്തികൾ, തകർക്കപ്പെട്ട ചില വ്യക്തികൾ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മുറിവുകളിൽ നിന്ന് പുറത്തു വരട്ടെ. സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി ഒക്കെ തകർന്നു പോയ ചിലർ ഇത് കേൾക്കുന്നുണ്ട്. എന്നാൽ കർത്താവെ, ഇന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് ഇന്നലകളെ പറ്റിയ പരാജയങ്ങളെയോ തോൽവികളെയോ അബദ്ധങ്ങളെയോ കുറിച്ച് ചിന്തിക്കാതെ നാളുകളിൽ അവരിൽ മേൽ ചെയ്യാൻ പോകുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ സൂപ്പർ നാച്ചുറലായ കാര്യങ്ങൾ, ആ സൂപ്പർ നാച്ചുറലായ ഫ്യൂച്ചർ, മിനിസ്ട്രി, ദൈവത്തിൻ്റെ പ്രോമിസ്, അതിനെക്കുറിച്ച് ചിന്തിപ്പാൻ അവരുടെ മൈൻഡിനെ തിരിക്കുന്നു. ഒരു കൂട്ടം വാഗ്ദത്തം കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, അവർ ആത്മാവിൽ ബലപ്പെടട്ടെ, അവരുടെ ശരീരം ബലപ്പെട്ടിരിക്കട്ടെ, മനസ്സ് ബലപ്പെട്ടിരിക്കട്ടെ. ക്ഷീണിച്ചവരെ എഴുന്നേൽക്കുക, യാത്ര തുടരുക, ബലവും ധൈര്യവും ഉണ്ടാകട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ശലോം. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.